ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പന്നിയിറച്ചിക്കറിയാണ്. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ പന്നിയിറച്ചി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ, പിന്നെ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടാണ് പന്നിയിറച്ചി വേവിക്കുന്നത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തേങ്ങാക്കൊത്ത്, ഒരു തക്കാളി അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നത്, മീറ്റ് മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കടുക്, മഞ്ഞൾപ്പൊടി, പിന്നെ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചട്ടിയിലുള്ള ഇറച്ചി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടാണിത് അടുപ്പിൽ വെക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് അടുപ്പിൽ വെക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്കിത് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് കൊതിച്ച് വരണം, നന്നായിട്ട് വെന്ത് വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരും. നന്നായിട്ട് കൊതിച്ച് വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ സവാളയും ചെറിയുള്ളിയും തക്കാളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഇട്ട്, തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഏകദേശം ഇത് 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കീറി ഇട്ട് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ്. ഞാൻ ചെറുതായി ഇത് അരിഞ്ഞെടുത്തിട്ടില്ല. ചെറിയുള്ളി നടുവിലൂടെ കീറി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചെറിയുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സവാളയും ചേർത്ത് കൊടുക്കണം. രണ്ടും കൂടി നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ ഇതും നമ്മൾ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് വെന്ത് വരും. നമ്മുടെ സവാളയും ചെറിയുള്ളിയും നന്നായിട്ട് ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ തക്കാളിയും സവാളയും ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയ പരുവത്തിൽ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ ബൗളിൽ മുഴുവൻ മീറ്റ് മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് ഈ മീറ്റ് മസാലയുടെ ആ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോവരുത്. നമ്മുടെ മീറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീറ്റ് മസാല നന്നായിട്ട് ഇതിൽ നമ്മുടെ തക്കാളിയിലും സവാളയിലൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന പന്നിയിറച്ചിയിലോട്ട് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പന്നിയിറച്ചി നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ നമ്മളിത് വേവിച്ചു. ഇതിന് വേവ് കുറച്ച് അധികമാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല ചേരുവകൾ നമുക്കിതിനകത്തേക്ക് ചേർക്കാം. അതായത് നമ്മുടെ ചെറിയുള്ളിയും സവാളയും തക്കാളിയും മിക്സ് വേണം നമ്മളിതിനകത്തേക്ക് ചേർക്കാനായിട്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 നിമിഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ റെഡിയായി കാണും. കണ്ടില്ലേ, നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഇത് ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമ്മളിവിടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ എന്തായാലും തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്